നമസ്കാരം. കേട്ട കാലം തൊട്ട് മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയ, ഒരുപാട് അതിനെപ്പറ്റി ചിന്തിച്ച് വേദനിച്ച ഒരു സംഭവ കഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കഥ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഓരോ തവണ കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കാറുണ്ട്. ഇത് സത്യമാണോ എന്ന് എനിക്ക് എപ്പോഴും തോന്നും. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരാളുടെ ജീവിതത്തെ പറ്റിയൊരു കഥ പ്രചരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രചരിപ്പിക്കപ്പെടാൻ എളുപ്പമുള്ള മസാലകൾ ചേർത്തിട്ടാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിങ്ങനെ പ്രചരിച്ചു പോവുക. ഇത് തെറ്റാണോ എന്നുള്ള സംശയമൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടെങ്കിലും അതിൽ മസാലക്കൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് പ്രചരിച്ചു പോകും. അപ്പോൾ അങ്ങനെയാണോ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കഥയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ കുറേ മുൻപ് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് കഥ മെനഞ്ഞ സമൂഹത്തിൻ്റെ ആ ഒരു സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് നമ്മൾ പ്രിയദർശിനി ടീച്ചർ എന്ന് പറഞ്ഞൊരു കഥ ഇട്ടിരുന്നു. അപ്പോൾ ആ കഥ ശരിക്കും പറഞ്ഞാൽ പ്രിയദർശിനി ടീച്ചറെ പറ്റിയും ഒക്കെ ഞാൻ 18 വർഷം മുമ്പേ മുതൽ കേൾക്കുന്നതാണ്. നേരിട്ട് ടീച്ചറെ കാണുന്ന ആളുകളുടെ അടുത്ത് നിന്ന് തന്നെ ഞാൻ ഒരുപാട് കേൾക്കുന്നതായിരുന്നു. പക്ഷേ നമ്മൾ ചാനൽ തുടങ്ങിയപ്പോഴൊക്കെ എനിക്ക് അത് ഷെയർ ചെയ്യണമെന്നോ അതിനെപ്പറ്റി ഞാൻ ഒരാളോട് പറയുകയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അപ്പോഴും നമുക്കതിൽ ഒരു ഉറപ്പൊന്നുമില്ലാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അത് ഷംരീസ് ബക്കർ എന്നുള്ളൊരു സാമൂഹിക പ്രവർത്തകൻ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന ശേഷമാണ് നമ്മളത് ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മളീ പറയുന്നത് കേൾക്കുന്നത് ഒരു 10 പേരായാലും ഇനിയൊരു വാസ്തവമല്ലാത്ത കഥയാണെങ്കിൽ അത് വെറുതെ എൻ്റെ വായിലൂടെ കൂടി അത് പ്രചരിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ആ കഥ. ഞാനിന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം സുന്ദരി ചെല്ലമ്മയെക്കുറിച്ചാണ്. നമ്മൾ ധാരാളം യൂട്യൂബ് വീഡിയോസിലൂടെയും പത്ര റിപ്പോർട്ടുകളിലൂടെയും ഫീച്ചറുകളിലൂടെയും ഒക്കെ സുന്ദരി ചെല്ലമ്മയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ കഥകളും ഓൾമോസ്റ്റ് ഒരേ കഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ എപ്പിസോഡ് എടുക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം കഷ്ടി ഒരു 2 ആഴ്ച മുൻപേ ഞാൻ ശ്രീമതി അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി അവരുടെ ഒരു ഇൻ്റർവ്യൂ കാണാനുണ്ടായി. അപ്പോൾ അതിൽ തമ്പുരാട്ടിയോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഇതേപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ച സമയത്ത് നമ്മുടെ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി അവർ മറുപടി പറയുന്നത് ഈ സെയിം സ്റ്റോറിയാണ്. കാരണം അവരും അതേ കേട്ടിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും അവർക്കറിയില്ല. അവർ സുന്ദരി ചെല്ലമ്മയെ കണ്ടിട്ടുമുണ്ട്. ഈ കഥ തന്നെയാണ്. അപ്പോൾ കൊട്ടാരത്തിലുള്ളവർക്കും അറിയുന്നതും അവർ വിശ്വസിച്ച് പോരുന്നതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടപ്പം. കാരണം ഇവരുടെ ഈ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ അമ്മാവനായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തിരുമനസാണല്ലോ ഈ കേട്ട് കഥയിലെ കഥാനായകൻ. അപ്പോൾ പിന്നെ അവരെന്തായാലും ആ കഥ കേൾക്കാതിരിക്കില്ല. അങ്ങനെയാണ് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത്. ഇനി ഞാൻ സമൂഹത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആ കഥ ഞാൻ ഒന്ന് ചുരുക്കി ഒറ്റ പ്രാവശ്യം ഒന്ന് പറയാം, ചെറുതാക്കിയിട്ട്. അതായത് തിരുവനന്തപുരത്തെ അതിസുന്ദരിയായിട്ടുള്ള ആ രാജകാലത്ത് അതിസുന്ദരിയായിട്ടുള്ളൊരു നർത്തകി, സുന്ദരി ചെല്ലമ്മ എന്നാണ് അവരുടെ പേര്. വളരെ അതിസുന്ദരിയായിരുന്നു. പേര് കൊണ്ട് തന്നെ അവരുടെ സൗന്ദര്യം കൊണ്ടാണ് അവരെ സുന്ദരി ചെല്ലമ്മ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. നല്ല എന്താ പറയുക, വളരെയധികം ബുദ്ധിശാലിയായിരുന്നു. ഒരുപാട് നാടകത്തിലും മറ്റും അഭിനയിച്ചിരുന്ന അഭിനേത്രിയായിരുന്നു. അതിസുന്ദരിയായിരുന്നു. ഇപ്പോൾ ഇവരൊരിക്കൽ കൊട്ടാരത്തിലൊരു നാടകം അവതരിപ്പിക്കാൻ വേണ്ടി തമ്പുരാൻ്റെ മുന്നിലെത്തുകയാണ്. അങ്ങനെ അന്നത്തെ കാലത്തെ രാജഭക്തി, ഓൾമോസ്റ്റ് എല്ലാവർക്കും രാജഭക്തിയുള്ളൊരു കാലമാണ്. അപ്പോൾ ഈ സുന്ദരി ചെല്ലമ്മയ്ക്ക് ഈ രാജാവിനോടുള്ള സുന്ദരനായിട്ടുള്ള ഈ രാജാവിനെ കാണുമ്പോൾ ഈ രാജഭക്തി മൂത്ത് പ്രണയമായിട്ട് മാറുകയാണ്. അങ്ങനെ രാജാവിന് മുന്നിൽ ഒരിക്കൽ നാടകം അവതരിപ്പിക്കേണ്ടി വന്നപ്പോൾ രാജാവ് പട്ടും വളയും സമ്മാനം നൽകി. അപ്പം തമ്പുരാൻ തന്ന പട്ട് സ്വന്തം പുടവയായി മനസ്സാ സ്വീകരിച്ച് തമ്പുരാൻ്റെ പത്നിയായിട്ട് അവർ സ്വയം മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്, ഞാൻ തമ്പുരാൻ്റെ പത്നിയാണെന്നുള്ളത്. അങ്ങനെ തീരുമാനിച്ച് പിന്നീട് ഒരിക്കലും അവർ വീട് വിട്ടിറങ്ങാണ്. തമ്പുരാനോടുള്ള പ്രണയം മൂത്ത്, തമ്പുരാന് തിരിച്ച് പ്രണയം ഉണ്ടോ എന്നുള്ളതും അറിയില്ല ആർക്കും, കാരണം തമ്പുരാൻ വിവാഹിതനല്ല. അപ്പോൾ പിന്നെ ഇത് ആ രീതിക്ക് പ്രചരിപ്പിക്കപ്പെടാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ആ പ്രണയം മൂത്ത് അവർ വീട് വിട്ടിറങ്ങുന്നു. പിന്നീട് ശംഖുമുദ്രയുള്ള കാറിൽ പത്മനാഭനെ കാണാൻ വരുന്ന തൻ്റെ തമ്പുരാന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ ആ ക്ഷേത്രവാതിൽക്കൽ അവിടെ അവരുടെ ബാക്കിയുള്ള ശേഷജീവിതം അവിടെ ചെലവഴിക്കുകയാണ്. തികച്ചും ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ഒരു ഭ്രാന്തിയായിട്ട് മാറുകയാണ്. പ്രണയം മൂത്ത് അവർ ഒരു ഭ്രാന്തിയായി മാറി അവിടെ കിടന്നവർ മരിക്കുകയാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് സാധാരണ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഏതെങ്കിലും എടുത്ത് നോക്കിയാലൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ നാഗവല്ലിയുടെ ഫോട്ടോ കാണിക്കാറുണ്ട്. അതിനുശേഷം ഒരു മുറയും എന്ത് പാർത്തായുടെ വളരെ അല്ലെങ്കിൽ പഴന്തമിഴ് പാട്ടിണയും എന്നുള്ള സോങ്ങിൻ്റെ വളരെ ലൈറ്റ് വേർഷൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര സങ്കടം വരും കേട്ടോ. അയ്യോ, ഒരാളോടുള്ള പ്രണയം മൂത്ത് അവിടെ പോയി നരകിച്ച് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ പിന്നീടുള്ള അവസ്ഥ, അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. എന്താ തമ്പുരാൻ അറിയാണ്ട് പോയെന്നൊക്കെ നമുക്ക് തോന്നും.
ഇനി ഞാൻ കുറേ കാര്യങ്ങൾ ഇതേപ്പറ്റി കൂടുതൽ ചില റിപ്പോർട്ടുകളിൽ നിന്നും കൂടിയാണ് കേട്ടോ കിട്ടിയത്, പത്ര റിപ്പോർട്ടുകളിൽ നിന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി ഞാൻ അവിടെ 1-2 സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചിരുന്നു മുമ്പ്. അങ്ങനെ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് അറിയാൻ പറ്റി. അപ്പം അതും കൂടി ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങളും ബാക്കിയുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കന്യാകുമാരി ജില്ലയിലെ കൊല്ലങ്കോട്ട് ഒരു നായർ തറവാട്ടിലാണ് ചെല്ലമ്മ പിള്ള ജനിച്ചത്. ചെല്ലമ്മ പിള്ള എന്നായിരുന്നു അവരുടെ പേര്. അവർ തിരുവനന്തപുരത്തേക്ക് വന്നത് അവർക്ക് ജോലി കിട്ടിയ ശേഷമാണ്. അധ്യാപികയായി ജോലി കിട്ടിയിട്ടാണ് അവർ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ അധ്യാപികയായി ജോലി കിട്ടുക എന്ന് പറയുമ്പം അവർ നല്ല ചെറിയ കുട്ടിയല്ല അല്ലേ, വലിയൊരു സ്ത്രീയാണ്. മാത്രമല്ല അവർ തിരുവനന്തപുരത്തേക്ക് ഒറ്റയ്ക്കല്ല, അവരുടെ ഭർത്താവും മകളും ഒന്നിച്ച് കുടുംബസമേതമാണ് താമസം മാറ്റിയത്. അപ്പോൾ അവർ അന്നത്തെ അധ്യാപകരെന്ന് പറയുമ്പം നല്ല നോളജ് ഉള്ളവരായിരിക്കാം. ഇവർക്ക് പ്രത്യേകം മലയാള ഭാഷയിൽ നല്ല പ്രാവീണ്യം ഉള്ളവർ ഒരു സ്ത്രീയായിരുന്നു. അതിലുള്ള കുറേ തെളിവുകളും കൂടി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. കുറച്ച് തെളിവുകളും കൂടി ഉണ്ട് അതിന്. മലയാള ഭാഷാ പ്രാവീണ്യം അവർക്കുണ്ടായിരുന്നു. അവർ സംഗീതത്തിൽ നിപുണയായിരുന്നു, അതിസുന്ദരിയായിരുന്നു, കാണാൻ വളരെ സുന്ദരിയായിരുന്നു. അപ്പോൾ അവർ താമസിച്ചിരുന്നത് അന്നത്തെ പടിഞ്ഞാറക്കോട്ടയിൽ. അന്ന് അവിടെ അമ്മ വീടുകളുണ്ടായിരുന്നു അത്രേ. ആ അമ്മ വീടുകൾ ഇന്നത്തെ സുഭാഷ് നഗറിനടുത്ത്, അവിടെ അമ്മ വീടുകൾക്കരികിലായിരുന്നു ഇവർ ഭർത്താവും മകളും ഒന്നിച്ച് താമസിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു കാലത്ത് പൊതുവേ തന്നെ ആളുകൾക്ക് രാജഭക്തി കുറച്ച് കൂടുതലുള്ള കാലമാണ് അല്ലേ. രാജഭക്തി, രാജാവിനെ പ്രീതിപ്പെടുത്തുക, രാജാവിനോട്, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അത്. പ്രത്യേകിച്ചും ശ്രീ ചിത്തിര തിരുനാളൊക്കെ കുറച്ച് കലാപരമായ കാര്യങ്ങളോട് താല്പര്യമുള്ള ആളാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നമുക്ക് അദ്ദേഹത്തോടൊരു ഭയഭക്തി കൂടാൻ സാധ്യതയുണ്ട്. അന്നത്തെ കാലത്ത് ശ്രീ ചിത്തിര തിരുനാൾ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കുറേ നാടകങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. വായനശാല കേശവപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ഈ നാടകങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്. ആ സമയത്ത് ഇളയിടത്ത് റാണി എന്നാണ് നാടകത്തിൻ്റെ പേരെന്നാണ് ചില ഫീച്ചറുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന, റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റുന്നത്. ഇളയിടത്ത് റാണി ആ നാടകത്തിലേക്ക് അഭിനയിക്കാനായിട്ട് ഈ വായനശാല കേശവപിള്ള സുന്ദരി ചെല്ലമ്മ, നമ്മുടെ ചെല്ലമ്മ പിള്ളയെ ക്ഷണിക്കുകയാണ്. അപ്പം ഇവർക്ക് അഭിനയത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് ഇവരതിന് അഭിനയിക്കാൻ തയ്യാറാവുന്നു. മാത്രമല്ല ആ നോട്ടീസ് ഇപ്പോഴും അവൈലബിൾ ആണ്, ഏതൊക്കെയോ സ്ഥലങ്ങളിൽ അത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ ആ നോട്ടീസിൽ പ്രത്യേകം സുന്ദരി ചെല്ലമ്മ അഭിനയിക്കുന്നു എന്നുണ്ട് അത്രേ. അപ്പോൾ ആ കാലത്ത്, അതായത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവരെ സുന്ദരി ചെല്ലമ്മ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അപ്പം അത്രയ്ക്ക് സൗന്ദര്യം ഇവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അന്നത്തെ അവരുടെ ഒരു രീതി, ഈ ഗ്രന്ഥശാലയുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കവടിയാർ കൊട്ടാരത്തിലാണ് ആദ്യമായിട്ടുള്ള പ്രദർശനം നടക്കുക. അപ്പോൾ ഇവരുടെ ഈ നാടകം ഇളയിടത്ത് റാണി കവടിയാർ കൊട്ടാരത്തിൽ ആദ്യമായി പ്രദർശിപ്പിച്ച സമയത്ത് തമ്പുരാൻ അതിൽ അഭിനയിച്ച ആളുകൾക്കുമൊക്കെ സ്വന്തം കൈകൊണ്ട് പട്ടും വളയും സമ്മാനമായിട്ട് നൽകി. അപ്പോൾ ഓൾറെഡി ഇവർക്ക് രാജഭക്തി വളരെ കൂടുതലായിരുന്ന ഒരു സ്ത്രീയാണ് ഈ നമ്മുടെ ചെല്ലമ്മ പിള്ള. അപ്പോൾ അവർക്ക് ഈ പട്ടും വളയും സമ്മാനമായി കിട്ടിയപ്പോൾ അതിന് ശേഷമുള്ള കഥകളാണ് നമുക്ക് കുറച്ച് വാസ്തവവിരുദ്ധമാണോ എന്ന് സംശയം തോന്നുന്നത്. അവർ സ്വയം അവർക്ക് തമ്പുരാൻ തനിക്ക് പുടവ തന്നതായിട്ട് അവർ മനസ്സുകൊണ്ട് കരുതുകയാണ്. അപ്പോൾ തമ്പുരാൻ ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ള പോലെയാണ് എല്ലാത്തിലും നമുക്ക് അറിയാൻ പറ്റുന്നത്. നമുക്ക് അറിയില്ല എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അവർ സ്വയമേവ അങ്ങനെ ധരിക്കുകയാണ്, ഞാൻ തമ്പുരാൻ്റെ പത്നിയാണ്, ഇതിൻ്റെ പുടവയാണ് ധരിച്ച്. അവർക്ക് പിന്നീട് വീട്ടിൽ തമ്പുരാനോടുള്ള പ്രണയം മൂത്ത് അവർക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് പക്ഷേ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറയണ കഥ. ഇതിലപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്. ഇവരുടെ മകള് ഇവരിപ്പോൾ ജോലി കിട്ടി ഭർത്താവും മകളും ഒന്നിച്ച് വന്നു എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ ചെറിയ പ്രായം, ഒരുപാട് പ്രായം എന്തായാലും ആയിട്ടുണ്ടാവില്ല എന്ന് കരുതാം. അവിടുന്ന് കുറേ കാലത്തിന് ശേഷം ഇവർ ഈ മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ച സമയത്ത് ഇവരുടെ മകള് ഇവിടെ നിന്നും അത് മാറ്റാനായിട്ട് ഇവർ ജയ്പൂരിലേക്ക് കൊണ്ടുപോയി എന്ന് പറയണു. ഇതെനിക്ക് തമ്മിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇവർ കുട്ടിയുടെ അച്ഛൻ്റെയും കൂടെ ഇവിടേക്ക് താമസം മാറ്റുന്നു, ഇവരുടെ നാടകത്തിൽ അഭിനയിക്കുന്നു, തമ്പുരാൻ പട്ടുമളയെ സമ്മാനിക്കുന്നു, അതിവർ സ്വയം സ്വീകരിക്കുന്നു, ഇവർക്ക് പ്രണയം വരുന്നു. അതുവരെ ഓക്കെ. അതിപ്പോൾ ഒരു 25-30 വയസ്സിലായിരിക്കട്ടെ. എന്നിരുന്നാലും ഇവരുടെ മകൾ ഇവരെ ജയ്പൂരിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മകളൊരു മുതിർന്ന ആളായാലല്ലേ ഇവരെ ജയ്പൂരിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഇത് കുറേ കാലത്തിന് ശേഷമാണോ ഇവർക്ക് മാനസിക അസ്വസ്ഥത വന്നത് എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. അത്രയും കാലം തമ്പുരാനോടുള്ള പ്രണയം മനസ്സിലടക്കി ഇവർ ഈ വീട്ടിൽ തന്നെയാണോ ജീവിച്ചതെന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെ മകൾ ഇവരെ ജയ്പൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇവർ അവിടെ നിൽക്കാൻ പറ്റാതെ ഇവർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോരുകയാണ്. അതിൻ്റെ കാരണം അവ്യക്തമാണ് കേട്ടോ. പറയുന്നത് തമ്പുരാനെ കാണാതെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത്. സത്യമായിരിക്കാം, അറിയില്ല. അങ്ങനെ മകളുടെ അടുത്തുനിന്ന് മടങ്ങി വന്ന ശേഷം അവർ പിന്നീട് താമസിച്ചത് ഈ നമ്മളീ പറഞ്ഞ പോലെ ക്ഷേത്ര പരിസരത്താണ്. അതായത് തെക്കേ നടവഴിയിൽ കൃഷ്ണവിലാസം കൊട്ടാരത്തിൻ്റെ കവാടത്തിന് മുന്നിൽ അതിലൂടെയായിരുന്നു എന്നും നമ്മുടെ തമ്പുരാൻ ശ്രീ പത്മനാഭ ദർശനത്തിന് വേണ്ടി വന്നിരുന്നത്, ശംഖുമുദ്രയുള്ള കാറിൽ കയറിയിട്ട്. ഇത് സത്യമാണ്, അതിലൂടെയാണ് വന്നിരുന്നത് എന്നുള്ളതും സത്യമാണ്. ചെല്ലമ്മപ്പിള്ള പിന്നീട് മരണം വരെ കിടന്നിരുന്നത് ആ റോഡ് സൈഡിലാണെന്നുള്ളതും സത്യമാണ്, പരമാർത്ഥമാണ്, ആളുകൾ കണ്ടതാണ്. ഇത് എന്തിനു വേണ്ടി കിടന്നു, പിന്നെ തമ്പുരാനെ കാണാൻ വേണ്ടി തന്നെയാണോ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമല്ല പൂർണ്ണമായിട്ടും. പിന്നെ ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം എനിക്ക് തന്നെ പേഴ്സണലി കുറേ
പേരെ അറിയാം. അപ്പോൾ മക്കളൊക്കെ കല്യാണം കഴിച്ച് വിദേശത്തൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടുന്ന് അമ്മമാരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു ശീലം ഉണ്ടല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പേഴ്സണലി എനിക്കറിയുന്ന എത്രയോ പേർക്ക് ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്ന ആളുകളുണ്ട്. അവർക്ക് അവരുടെ വീടും അവർ ജീവിച്ച ചുറ്റുപാടിലും തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. ഇനി ഇവരുടെ ഒരു കേസിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല. എനിവേ അവർ പിന്നീടുള്ള കാലം അവിടെ തികച്ചും ഭ്രാന്തിയെ പോലെ ആണ് അവർ ജീവിച്ചിരുന്നത്. അതായത് അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്ന നമ്മുടെ സുന്ദരി ചെല്ലമ്മ ശരിക്കും വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു പിന്നീട് ജീവിച്ചിരുന്നത്. നമ്മുടെ ചെല്ലമ്മ പിള്ള ഈ ഒരു തെക്കേ നടയിൽ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമാണ്. അതെന്തിനു വേണ്ടി അവർ ചെയ്തു എന്നുള്ളതാണ് നമ്മളിലൊക്കെ ഒരു സംശയം ജനിപ്പിക്കുന്നത്. കാരണം ഇവർക്ക് ഈ തമ്പുരാനോട് രാജഭക്തിയോ പ്രണയമോ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ശതമാനമെങ്കിലും നമുക്ക് സംശയം തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇവർക്ക് പെൻഷൻ പണം കിട്ടിയിരുന്നു സ്ഥിരമായിട്ട്. ആ പെൻഷൻ പണം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അവരങ്ങനെ ഒരു അനാഥയായി തികച്ചും ഭ്രാന്തിയെ പോലെ അവർ ജീവിച്ചിരുന്നെങ്കിലും അവർ ഒരാളോട് പോലും കടം വാങ്ങിയിരുന്നില്ല. അവർ സ്ഥിരമായിട്ട് അവിടെ പോറ്റി ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നതെന്ന് പറയുന്നു. അവിടെ ഒരു രൂപ പോലും അവർക്ക് കടം ഉണ്ടായിരുന്നില്ല. അവർക്ക് കിട്ടുന്ന പെൻഷൻ പണം മുഴുവൻ മുണ്ടും നേരിതും വാങ്ങാനും വളയൊക്കെ വാങ്ങിയിടാനും ഒക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതോടൊപ്പം അവരെല്ലാ മാസവും പെൻഷൻ പണം കിട്ടുന്ന സമയത്ത് 10-20 പോസ്റ്റ് കാർഡ് വാങ്ങുമായിരുന്നു. എന്നിട്ട് അടിക്കടി അവർ കൊട്ടാരത്തിലേക്ക് എല്ലാ ആഴ്ചയിലും മറ്റോ കേട്ടു അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് തമ്പുരാന് കത്തുകൾ അയക്കുമായിരുന്നു പോസ്റ്റ് കാർഡിൽ. അപ്പോൾ ഈ ഒരു കത്ത് പോലും തമ്പുരാന് കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അതൊന്നും തമ്പുരാനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ അത് നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ അവിടേക്ക് എത്താതെ മാറ്റി വയ്ക്കും. പക്ഷേ ഇന്നും ചില പോസ്റ്റ് കാർഡുകൾ അവർ എഴുതിയത് അവൈലബിൾ ആണെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള അവരുടെ ഭാഷാശുദ്ധിയും കയ്യക്ഷരവും കൊണ്ടാണ് അവർ ഭാഷാ പ്രാവീണ്യം ഉള്ളവരായിരുന്നു എന്ന് ചിലർ പറയുന്നത്. അതങ്ങനെ വ്യക്തമായ തെളിവുള്ളത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഈ കത്ത് ഒരിക്കലും തനിക്കൊരു മറുപടി കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മരണം വരെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരുപാട് കാലം ഇത്തരത്തിലൊരു കത്തെഴുതാൻ ചെല്ലമ്മപ്പിള്ളയെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണെന്ന് നമുക്ക് അറിയില്ല, നമുക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ഒന്നും കാരണം. 1990കളുടെ ഒടുവിൽ, എനിക്ക് തോന്നുന്നു 97-ലാണോ, ഞാൻ ഒരാളോട് ഇപ്പോൾ അടുത്ത് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു 97-ലാണ് മരിച്ചതെന്ന്. എനിക്കറിയില്ല കറക്റ്റ്, 90കളിലാണ് എന്തായാലും, 97-ലാണെന്ന് കരുതുന്നു. അവർ മരണപ്പെട്ടത് വളരെ അടുത്ത കാലത്താണ്. ഇവർ മരിച്ച ശേഷം അവിടുത്തെ കുറേ സാംസ്കാരിക സംഘടനകൾ ചേർന്നിട്ട് ഇവരെ അലങ്കരിച്ച പുഷ്പവാഹനത്തിലാണ് ഇവരുടെ ബോഡി തൈക്കാട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. മാത്രമല്ല പിറ്റേ ദിവസം വന്ന ഒരു പ്രമുഖ ദിനപത്രത്തിൻ്റെ വാർത്തയുടെ ഹെഡിങ് ഇതായിരുന്നു: ചെല്ലമ്മപ്പിള്ള നാട് നീങ്ങി. അതായത് നാട് നീങ്ങി എന്നുള്ള പ്രയോഗം ശരിക്കും നമ്മൾ രാജാക്കന്മാരോ രാജകുടുംബത്തിൽ ജനിച്ച ആളുകൾ മരണപ്പെടുമ്പോഴാണ് അങ്ങനെ വെക്കുന്നത്. അപ്പം സ്വയം തമ്പുരാൻ്റെ റാണിയായി ഒരു ജീവിതം മുഴുവൻ ജീവിച്ച ചെല്ലമ്മപ്പിള്ളയോടുള്ള ആദരസൂചകമായിട്ടായിരിക്കണം ചെല്ലമ്മപ്പിള്ള നാട് നീങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഇനി എനിക്ക് കുറേ സംശയങ്ങൾ എൻ്റെ മനസ്സിൽ ബാക്കിയുണ്ട്. അതാണ് ഇനി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ശരിക്കും നമ്മുടെ ഈ കഥ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കെട്ടുകഥയിലൊക്കെ ചിലപ്പോൾ സുന്ദരി ചെല്ലമ്മയുടെ ഫോട്ടോ ചിലതിലൊക്കെ കാണിക്കുന്നുണ്ട്. മിക്കവാറും ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിലുള്ള സുന്ദരി ചെല്ലമ്മയുടെ ഫോട്ടോ ആയിരുന്നില്ല. അത് വളരെ റെയറായിട്ടുണ്ട്, അപൂർവമായിട്ടുണ്ട്. എങ്കിലും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ മസാല കഥ മാത്രം പ്രചരിക്കുന്ന ചാനലുകളിൽ കൂടുതൽ കണ്ടിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രപ്രസാദ് സാർ, അദ്ദേഹം സുന്ദരി ചെല്ലമ്മയുടെ ഒരു കഥ ആസ്പദമാക്കി ഒരു നാടകം ചെയ്തിരുന്നു. അതിൽ നായികയുടെ ഫോട്ടോ ആണ് കൂടുതൽ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. യഥാർത്ഥ ഫോട്ടോ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ഇൻ ബിറ്റ്വീൻ കാണിക്കാം. ഇനിയിപ്പോൾ ഇത്രയും കഥ കേട്ടതിൽ നിന്നും എനിക്ക് മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു നാട് മുഴുവൻ, ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, എനിക്ക് ഈ കാലഘട്ടത്തിൻ്റെ ഈ ഗ്യാപ്പ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് എപ്പോഴും ഡൗട്ട്. ഒരു വന്ന കാലഘട്ടവും മകൾ പൂനെയിൽ പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നൊരു കാലഘട്ടം, അപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് രാജാവിനെ പ്രണയിച്ച് അവിടെ തന്നെ ജീവിച്ചിരുന്നു, എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവർ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ അധ്യാപികയായിട്ടാണ് വന്നതെന്ന് പറയുന്നു. അവർ പഠിപ്പിച്ച കാലത്തുള്ള കുട്ടികൾ ഇപ്പോഴും വലിയ ആളുകളാണെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കറിയാമല്ലോ ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചറായിരുന്നു എന്നൊക്കെ. കോട്ടൺ ഹിൽ സ്കൂളിലായിരുന്നു എന്നൊരു ഐ എം നോട്ട് ഷുവർ, അങ്ങനെ കേട്ടു ചിലതിലൊക്കെ. അപ്പോൾ അത് സത്യമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ അത് ചിന്തിച്ചാൽ ഉത്തരം പറയാൻ പറ്റുന്ന ആളുകൾ അവിടെ ഉണ്ടാവില്ലേ? അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത്. പിന്നെ അടുത്തൊരു കാര്യം, ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയോ? അതെനിക്കെപ്പോഴും സംശയം. ഭർത്താവ് മരിച്ച ശേഷമാണോ മകൾ ഇവരെ കൂട്ടിക്കൊണ്ട് പോയത്? ഇത് എപ്പോഴും സംശയമാണ്. പിന്നത്തെ ഒരു സംശയം, ഇവരുടെ മകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അപ്പോൾ മകൾ ഈ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രതികരിക്കാത്തത്, എവിടെയും മകളെ കാണാത്തതെന്ന് എനിക്കറിയില്ല. കൊല്ലംകൂട്ടി ഇവർക്ക് എപ്പോഴും ബന്ധുക്കൾ ഉണ്ടാകാമല്ലോ, അപ്പോൾ അതിനെപ്പറ്റിയും അറിയില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് മനസ്സിൽ തോന്നിയൊരു സംശയം, ഈ നാട് മുഴുവൻ ഈ കഥ പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴും നമ്മുടെ തമ്പുരാൻ മാത്രം എന്തുകൊണ്ടാണ് ഈ കഥ അറിയാതെ പോയത്? അറിഞ്ഞും അറിയാതെ പോയതാണോ?
എന്നെനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ അല്ല, ഇങ്ങനൊരു കഥ, ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു എന്തൊരു ഭ്രമം വന്നു, അങ്ങനൊരു വിഭ്രാന്തി വന്നിട്ട് അവരങ്ങനെ ഉണ്ടെങ്കിൽ, ഒരു തമ്പുരാനല്ലേ അദ്ദേഹം, ഒരു നാട് ഭരിക്കുന്ന ഒരാളായിരുന്നില്ലേ. അപ്പം എന്തെങ്കിലും ഒരു തരത്തിൽ അവരൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കൊട്ടാരത്തിൽ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ കൂടി അവരിങ്ങനെ നരകിച്ചൊരു ജീവിതത്തിലേക്ക് തള്ളി വിടുന്ന തമ്പുരാൻ അറിഞ്ഞുകൊണ്ടായിരിക്കുമോ? അപ്പോൾ അതെനിക്ക് എപ്പോഴും ഒരു സംശയമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഈ സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവരിൽ ആരെങ്കിലും തിരുവനന്തപുരത്തുള്ളവരുണ്ടെങ്കിൽ, എൻ്റെ സ്റ്റുഡൻസൊക്കെ ഉണ്ട് എനിക്കറിയാം, അല്ലാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ, എൻ്റെ ഈ സംശയ നിവാരണത്തിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്ക് നമ്മുടെ ചാനലിൻ്റെ താഴെയോ അല്ലെങ്കിൽ ഗൗരിശങ്കരത്തിൻ്റെ വാട്സപ്പ് നമ്പറിലോ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ചാനലിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കഥ ഇതിന് പുറമേ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് അത് എത്തിക്കാമല്ലോ. അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കണോ? പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവർ മരണപ്പെട്ടപ്പോൾ ഒരുപാട് സാംസ്കാരിക സംഘടനകളും ഒക്കെ വന്നിട്ട് ഇവരെ അലങ്കരിച്ച വാഹനത്തിൽ പുഷ്പങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ച വാഹനത്തെ കൊണ്ടുപോയി. ഈ സംഘടനകളൊക്കെ നേരത്തെ എവിടെ പോയിരുന്നു എന്നെനിക്ക് സംശയം. ഒരു സ്ത്രീ ഈ ഒരു കഥയുടെ ഈ കഥ ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ ഒരു റോഡരികിൽ കിടന്നൊരു ജന്മം മുഴുവൻ നരകിച്ച് തീർക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത ഒരു സമൂഹത്തിന് ഉണ്ടായിരുന്നില്ലേ? സംഘടനകൾക്ക് ഉണ്ടായിരുന്നില്ലേ? അവരെ കൊണ്ടുപോയത് ശരിയാക്കി എടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയായിരുന്നില്ലേ? മരണപ്പെട്ടപ്പോൾ നമ്മൾ ഭയങ്കര അലങ്കരിച്ച പുഷ്പങ്ങൾ വെച്ച വണ്ടി കൊണ്ടുപോകുന്നതായിരുന്നോ ഒരു സംഘടനയുടെ ബാധ്യത? ഇപ്പോൾ ഷംലീസ് ബക്കറൊക്കെ ചെയ്ത പോലെ ഒരാൾക്കെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനോ ഈ അമ്മയെ ഒന്ന് രക്ഷിക്കാനോ എന്തുകൊണ്ട് തോന്നിയില്ല എന്നെനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഇനി അഥവാ ഈ കേട്ട കഥ മുഴുവൻ സത്യമാണെങ്കിൽ, ഇവർ ചെയ്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സുന്ദരി ചെല്ലമ്മേ, നിങ്ങളുടെ പ്രണയം എന്നുള്ളൊരു വികാരത്തിന് മുന്നിൽ, അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ ഒരു പ്രണയം എന്നുള്ള ഒരു ഫീലിന് മുന്നിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ക്രഷ് പ്രണയം സാഷ്ടാംഗം നമിക്കുന്നു.